ഇവനും അവളെ നല്ല ഡൗട്ടായിട്ട് സ്വയം ഒരു കരുതലെടുത്ത് എന്തെങ്കിലും വന്നാൽ പ്രയോഗിക്കാനായിട്ട് ഒരു പവറും യൂസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവൾ എങ്ങനത്തെ വ്യക്തിയാണ്, ആര് പറഞ്ഞു വിട്ടതാണ് എന്നൊന്നും ഇവൻ അറിയില്ലല്ലോ. ഇപ്പൊ ഫുള്ള് ഡൗട്ടായിരിക്കാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ഇവൻ ആ ഒരു മുറി തുറന്ന് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മിങ്ങിയാണെങ്കിൽ അവിടെ ആഹാരം പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അതൊരു പാചക മുറിയാണ്. അതുകൊണ്ട് തന്നെ ഇവനും ഇവന്റെ കയ്യിലുള്ള പവർ ക്യാൻസൽ ചെയ്യുന്നു. ഇവളും ഇവനെ കണ്ട് ഞാൻ ദേ പാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. ഒരു പുരുഷന്റെ മനസ്സ് കീഴടക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പണിയെടുക്കണമെന്ന് എന്റെ മോൺലൈറ്റുള്ള ബോസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും കിച്ചൺ കണ്ടപ്പോ നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കരുതി അങ്ങനെ കയറിയതാണ് എന്നിങ്ങനെ ഒരു സംശയമില്ലാതെ പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കുകയാണ്. സോ ഇവനും ഇവളോട് ഈ ഒരു സ്കാലിയൻ പാൻ കേക്ക് തന്നെ നീ എന്തിനാ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ പാൻ കേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും സംഭവം ഇതൊരു റൊട്ടി പോലത്തേക്ക് ഒരു സാധനമാണ്. അപ്പൊ ഇവളും ഇവനോട് എനിക്ക് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഇതാണ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഇവളോട് നീ എന്താ എന്നെ അന്വേഷിച്ച് വരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് ഇവളും ഒന്ന് ഇതായിട്ട് ഇവൻ പോയിട്ട് ഒരുപാട് സമയമായിരുന്നല്ലോ, പക്ഷെ ഇവളാണെങ്കിൽ ഇവനൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ നിങ്ങൾ എന്റെ സേഫ്റ്റി ഓർത്ത് വറീഡ് ആവുന്നില്ലേ, എന്നെ പുറത്തോട്ട് വരാനും അനുവദിച്ചില്ല, എനിക്ക് വരണോന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാന്ന് വിചാരിച്ചു, അതാ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന് എന്താ നിങ്ങൾ എന്നെ മിസ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. സോ ഇവളിങ്ങനെ ഇവനോട് ശൃംഗരിക്കുന്നത് കൊണ്ട് തന്നെ ഇവനും ഇവളെ എടുത്ത് അവിടെ ഇരുത്തിയിട്ട് തീർച്ചയായും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവളോട് റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങുകയാണ്. ഇവളാണെങ്കിൽ പേടിച്ച് പ്രഭു നിങ്ങൾ രാവിലെ തന്നെ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഇവളെ ഇതാക്കുന്ന രീതിയിൽ, അതായത് ഇന്നലെ നടക്കാതെ പോയത് ഇന്ന് നടത്താൻ പോവുകയാണ് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. സോ ഇവളെ എന്തൊക്കെയോ പറഞ്ഞ് പേടിച്ച് ഇവനെ വഴിതിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ഇവനാണെങ്കിൽ ഇവളെ സ്മെല്ല് ചെയ്തിട്ട് എന്തോ ചോദിക്കാനായിട്ട് വരുന്നു, പക്ഷെ അതിന് മുന്നേ തന്നെ ഇവളാണെങ്കിൽ ഇവന്റെ കഴുത്തിൽ കടിക്കാണ് ആ ഒരു വിഷയം മാറ്റാനായിട്ട്. കാരണം ഇവളെ മുന്നേ തന്നെ ഇവനായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണല്ലോ. സോ സ്മെല്ല് വെച്ച് അങ്ങാനും കണ്ടുപിടിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കണം. സോ ഇവനും അതീന്ന് വിഷയം മാറിയിട്ട് നീ എന്തിനാ ഇപ്പൊ എന്നെ കടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അല്ല അത് പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആത്മീയ സ്ഥിരകൾ യൂസ് ചെയ്യുന്ന വ്യക്തിയല്ലേ, അതുകൊണ്ട് ശരീരം നല്ലോണം ശ്രദ്ധിക്കണം, രാവിലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇവൻ ഇവളോട് നീയല്ല ഇന്നലെ പറഞ്ഞത് നിനക്ക് ആത്മാർത്ഥമായിട്ട് എന്തൊക്കെയോ വികാരങ്ങൾ എന്നോടുണ്ടെന്ന്, നീ ആ കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നോട് ഒരു താല്പര്യമില്ല, അതുകൊണ്ട് ഇത്തരം ബോറിംഗ് ആയിട്ടുള്ള ഫെയറീസിനോട് എനിക്ക് തീരെ താല്പര്യമില്ല, നീ തിരിച്ചു വെക്കോ എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാനായിട്ട് തുടങ്ങുകയാണ്. ഇവളവന്റെ കാല് പിടിക്കാനായിട്ട് തുടങ്ങുന്നു, പക്ഷേ ജി ആണെങ്കിൽ ഗ്രാനിയെ വിളിച്ചിട്ട് ഇവളെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുകയാണ്. ഇവന് ശരിക്കും എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണമായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റീസൺ കണ്ടെത്തിയത്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവന്റെ കാല് പിടിച്ച് പ്രഭു എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ തിരിച്ചു പറഞ്ഞയക്കരുത്, നിങ്ങൾ എന്നെ തിരിച്ചു പറഞ്ഞു വിട്ടാല് അവിടെയുള്ള മറ്റുള്ളവര് ഞാനൊരു കഴിവ് കേട്ടാളാണെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു നോക്കുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. പിന്നെ ഇവളെ സ്വയം വേദനിപ്പിച്ച് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്, മൂൺലൈറ്റില് എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, എനിക്ക് താമസിക്കാനായിട്ട് ഈ ഒരു സ്ഥലം തരണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞ് മെഴുകി നോക്കുകയാണ്. ഈ ഒരു ഗ്രാനിക്ക് പോലും ഇവളുടെ ആ ഒരു സ്റ്റോറി കേട്ട് മനസ്സലിയുന്നുണ്ടെങ്കിലും ജി ആണെങ്കിൽ ഇവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞോ, നിന്റെ കഥകൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, ജസ്റ്റ് ഒരു നോർമൽ സ്റ്റോറി, വെറും ബോറിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ പിടിച്ച് ഗ്രാനിയെ ഏൽപ്പിക്കാണ്. അവരും അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവൾ ഒരുപാട് കേണ് അപേക്ഷിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവളെ ഇവൻ അവിടെ നിർത്തുന്നില്ല. സോ ഇവളാണെങ്കിൽ അങ്ങനെ ഇവരെ തിരിച്ച് മുൻലൈറ്റിൽ ആക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവർക്ക് ചെവിതല കൊടുക്കുന്നില്ല. ഗ്രാനി നിങ്ങളെങ്കിലും ഞാൻ പറഞ്ഞത് ഒന്ന് വിശ്വസിക്കാൻ, ഞാനതിന് റെഡി അല്ലായിരുന്നു, പുള്ളിക്കാണെങ്കിൽ ഒരു ക്ഷമയില്ല, എന്നെ തിരിച്ചു കൊണ്ടാക്കരുത്, ഞാൻ പുള്ളിയെ നല്ലോണം കെയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വായിട്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവള് ഒരു മനസ്സമാധാനം ഇവർക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നീ പറയുന്നത് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിനായി പുറത്തേക്ക് പോയി നിൽക്കുകയാണ്. സോ അതും വഴിക്കാവില്ല എന്ന് മനസ്സിലാക്കി ഇവളാണെങ്കിൽ 27 ഒരു മെസ്സേജ് കൈമാറുകയാണ്. ജീബോസായി ഇവളെ തിരിച്ച് മൂൺലൈറ്റിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം ആ ഒരു സീനിയറെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട്. സോ ഇവനും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെയുള്ള ഒരു മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു സാധാരണ വ്യക്തിയെ പോലെ അവിടെ ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്ന് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ ആ ഒരു ജിയുടെ കൂടെ അക്കാഡമിയിൽ ഉള്ള വ്യക്തികള്, അതിലെ രണ്ടുപേരാണെങ്കിൽ ഇവിടെ തന്നെയാണ് ഉള്ളത്, യാനും അവന്റെ ഒരു സുഹൃത്തും. സോ അവർ കേൾക്കാനായിട്ട് തന്നെ ഇവ മനഃപൂർവ്വം അവിടെയുള്ള മറ്റു ആളുകളോട് എടാ ഇന്നലെ മൂൺലൈറ്റിൽ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ, ജീബോസായി ഇന്നലെ ആ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഒരു രാത്രി പോലും തികച്ചില്ല, രാവിലെ തന്നെ അവളെ തിരിച്ചുകൊണ്ടാക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ അത് കേട്ട് ശരിയാണോ, അയാൾക്ക് ഇത്ര എനർജി ഇല്ലാണ്ടായി പോയോ, കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ അതിനെ കുറിച്ച് മറ്റുള്ളവരെ സംസാരിക്കുകയാണ്. പക്ഷേ ഇവരുടെ അടുത്ത് ആ ഒരു കാര്യം എത്തിക്കുക എന്നുള്ളതായിരുന്നു 27 ലക്ഷ്യം. അതുപോലെ തന്നെ ഈ യാനും ഇയാളോട് വന്ന് ഈ ഒരു സീനിയറിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, മോച്ചി ബായി എന്നാണ്. സോ നമുക്ക് ഇനി മുതൽ ഇയാളെ ബായി എന്ന് വിളിക്കാം. സോ ഇയാളോട് വന്ന് ആ ഒരു കാര്യം അറിയിക്കുകയാണ്, ജീബോസായി ഇന്നലെ കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു ഫെയറെ തിരിച്ചു കൊണ്ടാക്കിയ കാര്യം. സോ അത് കേട്ട് ഇയാള് കാര്യങ്ങൾ അങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും നമ്മുടെ ആളുകളെ അവന്റെ അടുത്തേക്ക് എത്തിക്കണം, ഞാൻ ഒരുപാട് തവണ അവന് പല സഹായങ്ങളായി ചെയ്യുന്നതാണ്, പക്ഷെ ഒന്നും നടന്നില്ല, ഇത്തവണ അവൻ എങ്ങനെയാ ഇതില്ലാണ്ടാക്കാൻ പോകുന്നുവെന്ന് എനിക്കൊന്ന് കാണണം, നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ എന്റെ അനന്തരവളും അവനും തമ്മിലുള്ള കണക്ഷൻ അധികം അങ്ങോട്ട് മുന്നോട്ട് പോവില്ല, അതിന് തടയിടാനായിട്ട് നമുക്ക് പലതും ചെയ്യാനാവും എന്ന് പറയാണ്.
അതാണ് ശരിക്കും ഇയാളുടെ ലക്ഷ്യം. ഇപ്പൊ തന്നെ ഇവൻ ആ ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തതിന്റെ മെയിൻ കാരണം ആ ഒരു രാജകുമാരി ഇവനെ സെലക്ട് ആക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവനിപ്പോ വിജയി ആയതും. സോ അതിന്റെ പവറും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരിക്കുമല്ലോ. ഇയാളെക്കാൾ മുകളിലോട്ട് ജി എത്താതിരിക്കാനായിട്ടാണ് ഇയാളെ ശ്രമിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഇവന്റെ ആ ഒരു കയ്യാളായിട്ടുള്ള ബൂഷെ ഇവന്റെ അടുത്തേക്ക് വന്ന് മിങ്ങി തിരിച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവൾക്കിപ്പോ അവരുടെ ബോസ് പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവള് ശരിക്കും ഒരു സ്പൈ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോ ജി ഇവനോട് വൂഗി കടലില് ഉടനീളം ചാരന്മാരുണ്ട്, അതുകൊണ്ട് അവളെ പ്രത്യേകം സംശയിക്കണ്ട, എന്തായാലും അവളെ പറഞ്ഞു വിട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ തന്നെ താഴേന്ന് ഗ്രാനി ആണെങ്കിൽ ഞാൻ 2 ലേഡീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞ് ഇവനെ താഴേക്ക് വിളിപ്പിക്കുകയാണ്. അതായത് ഇന്നലെ ആ ബായി ഇവന് കൊടുത്തിരുന്ന അതേ സെർവൻസുമായിട്ടാണ് ഞാനിപ്പോ ജിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ബായി ഇവരെ നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാ. ഇത്രയും വലിയൊരു സ്ഥലത്ത് ഒരു സെർവന്റ് പോലും ഇല്ലല്ലോ, അത് ശരിയായിട്ടുള്ള കാര്യമേ അല്ല. കൂട്ടിന് ആരെങ്കിലൊക്കെ വേണ്ടേ എന്ന് പറയുമ്പോ ജീവനോട് കൂട്ടിന് ആരുമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ലാസ്റ്റ് നൈറ്റ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തിയെ നീയും കണ്ടതല്ലേ എന്ന് പറയുമ്പോ ഞാൻ പക്ഷെ നിങ്ങൾ അവളെ തിരിച്ചയച്ചത് ഞാൻ അറിഞ്ഞു. ഇന്നലെ ആ ഫെയറി നിങ്ങളെ തൃപ്തനാക്കിയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവര് പെരുമാറിക്കോളും. ബായി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്തവരാണ് എന്ന് പറയുമ്പോ ഇവൻ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാതെ മിങ്ങി തിരിച്ച് മൂൺലൈറ്റിൽ എത്തിയത് നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോ ഞാനും അതെ എന്ന് പറയാണ്. അപ്പൊ ജീവനോട് എങ്കിൽ പിന്നെ ഞാൻ ശരിക്കൊരു കാര്യം പറയട്ടെ, ഇന്നലെ മിങ്ങി എന്നോട് വഴക്കിട്ട് ഇറങ്ങി പോയതാ. ഞാനിത് ആരും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ ഞാനിപ്പോ അവളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. സോ എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോവാണ്. ഇങ്ങനെ ഒരു പണി കിട്ടും എന്ന് ജി വിചാരിച്ചിരുന്നില്ല. ഇന്നലെ മിങ്ങിയെ ഇവൻ സെലക്ട് ആക്കിയത് പോലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും അവളുടെ പേര് പറഞ്ഞ് ഇവൻ ഇവരുടെ കയ്യിൽ നിന്ന് എക്സ്ക്യൂസ് പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് മിങ്ങിയുടെ ആ ഒരു നാട്ടില് അവളുടെ അച്ഛന്റെ മറ്റൊരു വൈഫിനെയും മകനെയാണ്. ഇവരാണെങ്കിൽ മിങ് ഷിയാനെ താഴെ ഇറക്കാനായിട്ട് പല പ്ലാനും ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അവൻ ആ ഒരു ടൂർണമെന്റിൽ പങ്കെടുത്ത് തോറ്റ് നാട് തന്നെ വിട്ടുപോയ അവസ്ഥയിലാണല്ലോ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവൻ ഇനി സുഖമായിട്ട് അവിടുത്തെ പ്രിൻസ് ആവാം. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മിങ് ഷിയാൻ തിരിച്ചു വരാതിരിക്കാനായിട്ട് അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് ഇവർ ആളെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്കും അറിയില്ല ആ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പെണ്ണാണ് എന്ന കാര്യങ്ങളൊന്നും. അതിനുശേഷം ഇവിടെ മിങ്ങിക്കാണെങ്കിൽ മൂൺലൈറ്റില് നല്ല പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. അവിടുത്തെ ഫ്ലോർ മുഴുവൻ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ലേഡിയാണ് ഈ മൂൺലൈറ്റിന്റെ ബോസ്. ഇവളുടെ പേര് ഫൂയെ എന്നാണ്. മിങ്ങിയാണെങ്കിൽ ഇവരുടെ റെപ്യൂട്ടേഷൻ തകർത്തു, ഇവൾക്ക് ഒരു കഴിവില്ല, ഇവളേക്ക് തീറ്റി പോറ്റുന്നത് വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നല്ല പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അവിടെയുള്ള ഫ്രണ്ട് ആണെങ്കിൽ നൈസിന് അങ്ങോട്ടേക്ക് വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ആ ഫൂയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇവൾക്ക് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ വന്നിരിക്കുന്നവര് ഇവളെ കുറിച്ച് സംസാരിക്കുന്നത് ഇവളെ കേൾക്കാണ്. അതായത് മിങ് ഷിയാനെ പറ്റി. മിങ് ഷിയാൻ ടൂർണമെന്റിൽ തോറ്റത് കൊണ്ട് തന്നെ നാട് വിട്ടുപോയി എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെയൊക്കെ സ്പ്രെഡ് ആയിരിക്കുന്നത്. സോ അങ്ങനെ ഒരു വ്യക്തി എന്തായാലും ഈ രാജ്യത്ത് ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് അവളെ കണ്ടെത്തേ പറ്റൂ. അതായത് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് മറ്റാരുമല്ല, ആ ബായി തന്നെയാണ്. അയാളാണെങ്കിൽ ഇവർക്ക് ഒരു സെർച്ച് മിററും കൊടുത്തിട്ടുണ്ട്. മിങ് ഷിയാൻ ഇവരുടെ പരിസരത്തുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. ആ ഒരു മിറർ ഫോക്കസ് ചെയ്യും. സോ അത് കേട്ട് പെട്ടെന്ന് തന്നെ ഇവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഇവരും അത് കറക്റ്റ് സമയം തന്നെ ആക്റ്റീവ് ചെയ്യാണ്. ഉടനെ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവളുടെ അടുത്താണ്. ഇവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അത് കണ്ട് ഇവരും അവളെ ഫോളോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവൾ എസ്കേപ്പ് ആവുന്നതിനനുസരിച്ച് അവർ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ അവരുടെ കയ്യിൽ പെടാതെ മാക്സിമം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവർ ഇവളെ പിടികൂടുകയാണ്. അവരുടെ പവർ യൂസ് ചെയ്ത് ഇവളെ പിടിച്ചു കെട്ടുന്നു. ഇവൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. നീ എന്താ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് തിരിഞ്ഞോ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അവിടെ ജീബോസായി പ്രതീക്ഷിക്കുന്നുണ്ട്. അവൻ എന്തായാലും ഇവളെ തേടി വരും എന്ന് ഇവൾക്ക് ഉറപ്പാണല്ലോ. അതിനുള്ള പണി എന്തായാലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഥവാ ഇനി അവൻ വന്നില്ലെങ്കിലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഇവൾക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്വയം ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ച് ഇവള് തിരിയാനായിട്ട് വരുന്നു. പക്ഷെ കറക്റ്റ് ഇവളുടെ അടുത്ത് പെട്ടെന്ന് തന്നെ ജി വന്ന് ഇവളെ ചേർത്ത് പിടിക്കാണ്. എന്നിട്ട് ഇവരോട് ഇവൾ എന്റേതാണ്, നിങ്ങൾ എന്തിനാ ഇവളെ ചേസ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇവളുടെ കയ്യിലുള്ള ആ ഒരു കെട്ടഴിക്കുന്നു. അപ്പോ ഇവരും ഇവനോട് ഞങ്ങൾക്ക് ഇവളെ സംശയമുണ്ട് ജീബോസായി, ഞങ്ങളുടെ കയ്യിലുള്ള സെർച്ച് മിററിൽ ഇവള് കുടുങ്ങിയതാണ്, ഇവളെ മിങ് ഷിയാൻ ആണോ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇവളുടെ മുഖം ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവളെ പിടിക്കാനായിട്ട് വരുന്നു. പക്ഷെ ജി ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും താഴേക്ക് പറപ്പിക്കാണ്. രണ്ടെണ്ണം താഴെ നിലം പതിക്കുന്നു. നിനക്കൊക്കെ ഇതുവരെയും ടൂർണമെന്റിൽ വിജയിക്കാൻ പോലും ആയിട്ടില്ല, എന്നിട്ട് എവിടെയോ കിടന്ന തുക്കട സാധനം കൊണ്ട് ആരെങ്കിലും പിടികൂടാന്നാണോ വിചാരിക്കുന്നത്? മേലെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഇവരോട് അവിടെ നിന്ന് പോവാനായിട്ട് പറയാണ്. ഇവനെ പേടിച്ച് ഇവരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ശരിക്കും മിങ് ഷിയാൻ എന്ന വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണല്ലോ ജി. അതുകൊണ്ട് തന്നെ ഇവന് ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇവനവളോട് നീ എന്തിനാ ഓടിയത്? എന്തായാലും പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്റെ കൂടെ വൂഗിയിലേക്ക് വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പൊ ഇവളും ഇളിച്ചുകൊണ്ട് ഇവനെ ഹഗ് ചെയ്യുന്നു. എന്തായാലും പണിയായിട്ടല്ലോ. പക്ഷെ ഇവൻ ഒരു താല്പര്യമില്ലാതെയാണ് ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്നാൽ ഇവന്റെ മുന്നിൽ വേറെ വഴിയുമില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഞാനാണെങ്കിൽ ഇവരെയും കൊണ്ട് ഇതുവരെ പോയിട്ടില്ല ഇവിടുന്ന്. ഇവൻ വിചാരിക്കുന്നത് ജി ഇവരോട് നുണ പറഞ്ഞതാണ്, മിങ്ങിയെ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരില്ല എന്നൊക്കെയാണ്. പക്ഷെ അതേ സമയം തന്നെയാണ് കറക്റ്റ് ഇവരങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവളാണെങ്കിൽ വലിയ അധികാരത്തിലേക്ക് അങ്ങോട്ടേക്ക് കയറി വരികയാണ്.
ഇവരെ കണ്ട് സർപ്രൈസ് ആവുന്നില്ല. കാരണം ഇവൾക്ക് ഓൾറെഡി അറിയാലോ ഇവളാണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചത്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് എല്ലാവരോടും ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയാണ്. എന്നിട്ട് ജിയോട് വലിയ അധികാരത്തില് നമ്മൾ തമ്മിൽ വഴക്കിട്ടിട്ട് എത്ര സമയമായി, അതിനു മുന്നേ നിങ്ങൾ എന്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും തകർത്ത് അഭിനയിച്ച് സോറി നീ ഒന്ന് കൂളാവ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ പിണങ്ങി നിൽക്കാണ്. സോ ഇവൻ യാനിനോട് വന്നിട്ട് ഇവളുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് പറയാണ്. ഇവനും ഇവര് കാണിക്കുന്നതൊന്നും അത്ര വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പറഞ്ഞയച്ചത് ബായിയാണ്, ഇവരെ ഇവിടെ നിർത്താനാണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ തകർത്ത് അഭിനയം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കാമുകൻ കാമുകി എന്ന പോലെ. അതിനേക്കാൾ ഉപരി നിങ്ങൾ മോൺലൈറ്റ് ചെയ്യുന്ന എന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ എന്നോട് എന്താ പറഞ്ഞത്, എനിക്ക് ഇവിടെ ഒരു സ്ഥാനം തരാന്നല്ലേ, ഞാനാണ് ഇവിടുത്തെ ലേഡി എന്നല്ലേ, എന്നിട്ടിപ്പോ നിങ്ങൾ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവൾ അഭിനയിക്കുമ്പോൾ ഇവനും അതിനനുസരിച്ച് തന്നെ അഭിനയിക്കാണ്. സോ അവർ തമ്മിൽ പക്ക ഒരു ബോണ്ടിങ് ആണ്, ഒരു പ്രശ്നമില്ല. മറ്റൊരാൾ ഇവരുടെ ഇടയിലേക്ക് വന്നാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നിപ്പിക്കാണ്. പക്ഷെ ഞാൻ മനസ്സിലാവുന്നുണ്ട് ബായിയെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും തകർത്ത് അഭിനയിക്കുന്നത് എന്ന്. സോ ഇവനും ഇവരോട് നിങ്ങളുടെ കുടുംബജീവിതം ഞാനായിട്ട് എന്തായാലും തകർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ അഭിനയം കണ്ട് തൃപ്തിയായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അവരവിടെ നിന്ന് പോയതിനു ശേഷം ഇവനാണെങ്കിൽ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നീ ശരിക്കും ആരാ, നീ രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് 1 മണിക്കൂർ പോലും ആവുന്നതിന് മുന്നെയാണ് ഞാൻ ആ വേലക്കാരികളായിട്ട് ഇവിടെ എത്തിയത്, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതിലിപ്പോ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ആ വാർത്ത പരത്തിയെന്നാണ് നിങ്ങളെ സംശയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ആ ഒരു മിററിന്റെ കാര്യം ഇവളോട് ചോദിക്കാണ്. ആ ഒരു മിറർ എങ്ങനെയാണ് നിന്നെ ഫോക്കസ് ചെയ്തത് എന്ന് ഇവളെ മുഖത്ത് പിടിച്ച് വേദനിപ്പിച്ച് ചോദിക്കാണ്. പക്ഷെ ഇവളാണെങ്കിൽ അതിന് ആൻസർ ഒന്നും പറയുന്നില്ല, ഒരു പാവത്തെ പോലെ അഭിനയിച്ച് നിൽക്കുന്നു. പക്ഷെ ഇവന്റെ സംശയം മാറാത്തത് കൊണ്ട് തന്നെ ഇവള് ഇനി പെൺവേഷത്തിൽ അഭിനയിക്കുന്നത് വല്ലതാണോ അതോ ഇനി ഇവളെ ഇല്യൂഷൻ ആണോ എന്ന് നോക്കാനായിട്ട് ഇവളെ പരിശോധിക്കാൻ തുടങ്ങാണ്. അപ്പൊ ഇവളും പരിശോധിച്ചോ, നിങ്ങളുടെ സംശയം മാറട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവനത് നിർത്തുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇവളെ ചെക്ക് ചെയ്യാണ്. അതായത് ഇവളെ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ യൂസ് ചെയ്തിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി. പക്ഷെ ശരിക്കും ഇവളുടെ യഥാർത്ഥ രൂപം തന്നെയാണല്ലോ ഈ സ്ത്രീയുടേത്. ഇവൾ ആണിന്റെ വേഷത്തിലാണ് അങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരിക്കലും ഇത് രൂപാന്തരം ചെയ്ത വ്യക്തിയാണ് എന്ന് കണ്ടെത്താനാവില്ല. ആ ഒരു ചെക്കിങ് കഴിയുമ്പോൾ ഇവള് വളരെ പാവത്തില് ഇപ്പൊ എന്ത് സംഭവിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താനായോ, ഇപ്പോഴെങ്കിലും ഞാൻ ഇന്നസെന്റ് ആണെന്ന് മനസ്സിലായോ, ആ തുക്കട മിറർ ഞാനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാം, നിങ്ങൾക്ക് എന്റെ ബോഡി പരിശോധിച്ചിട്ട് അല്ല മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഇല്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവന് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അയ്യോ പാവം എന്ന രീതിയിൽ ഇവനെ കളിയാക്കുന്ന രീതിയിൽ അണ്ടർ ടോണിൽ സംസാരിക്കാണ്. പക്ഷെ ജി ആണെങ്കിൽ ഇവളെ അപ്പൊ പിടിച്ചിട്ട് പക്ഷെ ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിന്റെ ശ്വാസം വളരെ മെസ്സി ആയിരുന്നു, അതെന്താ കാരണം എന്ന് ചോദിക്കാണ്. അതായത് ഇവളെ ഉള്ളിൽ നല്ല നെർവസ് ആയിരുന്നല്ലോ. സോ ഇവള് ആ ഒരു ചോദ്യം കേട്ട് നന്നായിട്ട് തന്നെ പതറാണ്. പക്ഷെ ഇവള് പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ച് ഇവന്റെ ഹാർട്ടിൽ കൈവച്ചിട്ട് ഇവിടെ നിങ്ങളാണ് കുഴപ്പത്തിലായിരിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഇവന് ഇവളോടൊരു താല്പര്യമുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ കൈ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് ദൂരേക്ക് പോയി മാറി നിൽക്കാണ്. അപ്പൊ ഇവന് നല്ല ഡൗട്ട് ആയിരിക്കാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളവിടെ നിന്ന് പോകുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിൽ എന്തോ ഒരു സംഭവം ഉള്ളതുപോലെ മനഃപൂർവ്വം ഇവനെ കാണിക്കുമ്പോൾ ഇവനും അത് കണ്ട് സംശയത്തിൽ പെട്ടെന്ന് തന്നെ ഇവളെ പിടിച്ച് അകത്തേക്ക് വലിക്കാണ്. എന്നിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ആ ഒരു കിഴി വാങ്ങി നോക്കുന്ന സമയത്ത് അതിലാണെങ്കിൽ ഫുള്ള് മുത്തും പവിഴവും ഒക്കെയാണ്. ഇവനും ഇവളോട് ഇതെവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവന്റെ കാലി വീണ് എന്നെ ശിക്ഷിക്ക്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാണ്. അതായത് ഇവള് ആ ഒരു സാധനം മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ജിയും ഇവളോട് നീ തന്നെ മോഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ തകർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങാണ്. ഇവളുടെ കഥ ഇവളെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്റെ കുടുംബം ഇന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്, ഔഷധ സസ്യങ്ങൾ മാത്രം കളക്ട് ചെയ്താണ് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും ജീവിക്കുന്നത്, അവിടെ ആഹാരത്തിന് പോലും വലിയ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാണ് എന്ന് പറയാൻ വരുമ്പോൾ ഇവൻ എന്നും പറഞ്ഞ് ഒരിക്കലും നീ മോഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവള് ആദ്യം ഞാൻ ചെയ്ത തെറ്റാണ്, നിങ്ങൾ എനിക്ക് വേണ്ട ശിക്ഷ എന്താണെന്ന് വെച്ചാൽ വിധിച്ചോ, നിങ്ങളെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശിക്ഷ തന്നേക്ക്, ഞാനത് അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവനെങ്ങാനും ഇവളെ അഥവാ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഒന്നാമത് ഇവളുടെ ബോഡിയിലാണെങ്കിൽ വിഷം ബാധിച്ചിരിക്കുകയാണ്, അതിന്റെ കൂടെ ഇവന്റെ ആക്രമണം കൂടി താങ്ങാനാവില്ല. സോ അതുകൊണ്ട് തന്നെ ഇവള് സ്വയം പണിഷ് ചെയ്യാം എന്നാണ് ഞാൻ 3 ദിവസത്തോളം പട്ടിണി കിടന്നോളാം, ഗ്രാനി ചെയ്യുന്ന ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെ നാളെ തൊട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് കാലി പിടിക്കുമ്പോൾ ഇവൻ ഇവളോട് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് എന്നോട് പറയണം എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അപ്പൊ ഇവനും നീ ഇപ്പോ ഭൂഗിയിലെ ലേഡിയാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആവശ്യമാണെങ്കിൽ അത് എന്നോട് നേരിട്ട് ചോദിക്കണം, അല്ലാതെ മോഷ്ടിക്കരുത്. അത് മാത്രമല്ല ഇത് ഇനി മുതൽ നിന്റെ മുറിയായിരിക്കും, നിനക്കത് യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവനോട് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയാണ്. അത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവളുടെ എല്ലാ പരിശ്രമവും വിജയിച്ചു എങ്കിൽ പോലും ഇവള് വളരെ കഷ്ടപ്പെട്ടാണല്ലോ അത് നേടിയെടുത്തത്. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഇവൾക്ക്. പക്ഷെ ഇവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു മരുന്ന് കിട്ടണം, ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം, അത് മാത്രമാണ് ലക്ഷ്യം. പക്ഷെ അതിനുശേഷം പിറ്റേന്ന് ജി ആണെങ്കിൽ ബോഷയെ വിളിപ്പിച്ചിട്ട് ഈ ബോഷയുടെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഡ്രാഗൺ ആണ്. അപ്പൊ ഇവനെ വിളിപ്പിച്ചിട്ട് ഇന്നലെ മിങ്ങി ആണെങ്കിൽ ജിയോട് പറഞ്ഞിരുന്നല്ലോ ഇവളുടെ ഫാമിലി ഇന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് എന്ന കാര്യങ്ങള്. ആ ഒരു സ്ഥലത്തിന്റെ പേര് ഫ്രീസിംഗ് ഹോട്ട് വാട്ടർ എന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെയുള്ള ഇവളുടെ ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പൊ ബോഷയാണെങ്കിൽ മിങ്ങി ഇവിടെ താമസിക്കുന്നത് ഇവന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാസ്റ്റർ അവളെ നിങ്ങൾ എന്തിനാ ഇവിടെ താമസിക്കാൻ അനുവാദം നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ ജി ആ ബായിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ ഇതല്ലാണ്ട് വേറെ വഴിയില്ല, അവളായിട്ട് തന്നെ ഈ കുരുക്കുണ്ടാക്കി വെച്ചത്, അവളെ ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുന്നതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല, തൽക്കാലം എനിക്ക് അവളെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഇവൻ എങ്കിൽ പിന്നെ നമുക്ക് എളുപ്പപ്പണിയായിട്ട് അവളെ അങ്ങ് തീർത്തളഞ്ഞാലോ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവൻ മിങ്ങി ആ ഒരു ഫ്രീസിംഗ് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഔഷധ സസ്യങ്ങളെ കളക്ട് ചെയ്യുന്ന ജോലിയാണ് അവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതെങ്കിൽ
എന്തായാലും എനിക്ക് എന്റെ പ്ലാനിൽ അവളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയാണ്. അതിനുശേഷം ഞാനും ഇയാളോട് വന്ന് ഇന്നലെ ജി വീണ്ടും ആ ഒരു ഫെയറെ തിരിച്ച് സ്വീകരിച്ച കാര്യവും ഇവരുടെ ആളുകളെ നിരസിച്ച കാര്യവും അറിയിക്കാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇനി അടുത്ത പ്ലാൻ ഒപ്പിക്കാനുള്ള വഴിയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ ആ ഒരു ഐലൻഡ് തനിക്ക് നേരിട്ട് പോയി വീക്ഷിക്കണം എന്ന കാര്യം പറയുന്നു. അതിനുശേഷം ഇവളുടെ അടുത്ത് ഇപ്പൊ 27 എത്തിയിട്ടുണ്ട്. ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്ത് ആരും കേൾക്കാതെയും അറിയാത്തയും വിധം ഒരു വലയം തീർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇവരെ അകത്തിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇവരിവിടെ ചർച്ച ചെയ്യുന്നത് ജിങ്സിംഗിലെ ഇപ്പോഴത്തെ ഏകദേശ ധാരണകളാണ്. അതായത് ജിങ്സിംഗെ ഇപ്പൊ ഭരിക്കുന്ന ആ ഒരു രാജാവ് കിടപ്പിലാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം ബാധിച്ച് അദ്ദേഹം ഇപ്പോൾ ഭരണത്തിലില്ല. അദ്ദേഹത്തിന് ഒരേ ഒരു മകളാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ആ ഒരു രാജകുമാരി. സോ ഈ ഒരു രാജ്യത്തിന് ഇപ്പൊ ചക്രവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള മുജീബായി ആയിരിക്കും ഇനി ആ ഒരു പൊസിഷനിലേക്ക് വരാനായിട്ട് പോകുന്നത്. പക്ഷെ ആ രാജകുമാരിക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ജിയോട് ഒരു താല്പര്യമുണ്ട് വിവാഹം കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവന് ഉയർന്ന പോസ്റ്റുകളൊക്കെ അവര് നൽകിയതും. പക്ഷെ ജി എങ്ങാനും അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കുമല്ലോ അവിടുത്തെ രാജാവാനായിട്ട് പോകുന്നത്. അത് ബായി ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടി കൂടിയാണ് അയാള് ഇവനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുകയാണ്. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവരുടെ പ്രധാന വിഷയം. ആ ഒരു മരുന്ന് ഈ കൊട്ടാരത്തിൽ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഇതുവരെയും ഇവർക്ക് കണ്ടെത്താനായിട്ടില്ല. അതിന് എവിടെയായിരിക്കും വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഇവള് ചോദിക്കുമ്പോൾ 27 അല്ല നീ പുള്ളിയുടെ ബോഡി ചെക്ക് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ എന്തിനാ അയാളുടെ ബോഡി ചെക്ക് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൻ ചിലപ്പോൾ ചില ആളുകള് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സ്വന്തം ശരീരത്തായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ അദ്ദേഹത്തിന്റെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഇവള് ഇന്നലെ അവന്റെ ഹൃദയത്തിൽ തൊട്ട സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ ഇവളുടെ കൈ പിടിച്ച് മാറ്റിയിരുന്നല്ലോ. സോ ആ ഒരു കാര്യം ആലോചിക്കാണ്. അത് പെട്ടെന്ന് സ്ട്രൈക്ക് ആയിട്ട് എനിക്ക് ചിലപ്പോ പുള്ളിയുടെ ബോഡി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ചെവിയിൽ ഒരു കാര്യം പറയാണ്. അത് കേട്ട് ഇവനാണെങ്കിൽ അയ്യേ ഇത്രയും വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നത്, ഞാൻ ഇപ്പോഴും എങ്ങാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് പറയുമ്പോ ഇവളാണെങ്കിൽ ഇന്നലെ ഇവൻ കൊടുത്ത കിഴി ഇവന് തന്നെ നൽകിയിട്ട് ഞാൻ നിനക്ക് ഉണക്കമീൻ തരാം എന്ന് പറയുമ്പോൾ ഇവന് നല്ല അനുസരണയുള്ള കുട്ടിയാവാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ പവർ യൂസ് ചെയ്ത് ഇവളെ പറഞ്ഞത് ഈ ആണുങ്ങളെ വശീകരിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു ബുക്കാണ് ആവശ്യപ്പെട്ടത്. ആ ഒരു ബുക്ക് എല്ലാം തന്നെ ഇവൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിലാണെങ്കിൽ ചില ആക്രി സാധനങ്ങളൊക്കെ അവൻ കഴിച്ച ഫുഡിന്റെ ബാക്കിയും എന്തൊക്കെയോ ചപ്പചവറുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവൾക്ക് ആവശ്യമുള്ളത് ഇവളെ എടുക്കുന്നു. ഇവളും ആ ഒരു ബുക്ക് എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങാണ്. പക്ഷെ അതിലാണെങ്കിൽ പല കാര്യങ്ങളും പച്ചയ്ക്ക് എഴുതിയിരിക്കുന്നത് കണ്ട് ഈ പൂച്ചക്കുട്ടനാണെങ്കിൽ അതൊക്കെ വായിച്ച് തലതല്ലാണ്. അതിനുശേഷം ജി ആണെങ്കിൽ ഈ മൂൺലൈറ്റിൽ എത്തിയിട്ട് അവിടെയുള്ള ഫെറീസിനോടൊക്കെ നിങ്ങൾ ആരും ഇനി എന്റെ പിറകെ നടക്കരുത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പ്രോമിസ് തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അതൊക്കെ തിരിച്ചെടുക്കാനുള്ള സമയമായിരിക്കാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ കടപ്പാടുള്ള വ്യക്തിയാണ്, പക്ഷെ എന്റെ എന്നേക്കുമായിട്ടുള്ള സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ മറ്റൊരു വ്യക്തിയാവാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം നൈസിന് തേക്കാണ്. പക്ഷെ അവരങ്ങനെ വെറുതെ ഇവനെ വിടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പൊന്നും മുത്തും പവിഴം ഒക്കെ തന്നെ നൽകിയിട്ടാണ് നൈസിന് ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ അവിടെയുള്ള മറ്റൊരു ഫെയറിയോട് വന്ന് നീ എനിക്ക് തന്ന പ്രോമിസ് മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഇല്ല ഞാനതിന് റെഡിയാണ്, എനിക്കൊരു ലൈഫ് വന്നത് നിങ്ങളാണ്, ആ നിങ്ങളോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ അച്ഛനാണെങ്കിൽ പോലും അയാൾ ഒരിക്കലും എന്റെ അമ്മയ്ക്കും എനിക്ക് സമാധാനം തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അയാളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനും അല്ലെങ്കിലും കൊല ചെയ്തവൻ ഒരിക്കലും അവസാനം വരെ നിലനിൽക്കില്ല, അവനും കൊല്ലപ്പെട്ടേ മതിയാവൂ എന്ന കാര്യം പറയാണ്. ആരെക്കുറിച്ചാണ് എന്നറിയില്ല, എങ്കിലും ഈ ഒരു പെൺകുട്ടിയുടെ പേര് റുവോ എന്നാണ്. അപ്പൊ ഇവളാണെങ്കിൽ ഇവിടെ ഇന്നത്തെ ദിവസം ഫുള്ള് കൊണ്ട് ആ ഒരു ബുക്ക് മനപ്പാടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഞാൻ ജീബോസായുടെ കയ്യിൽ നിന്ന് ആ ഒരു ഗോൾഡൻ മില്ലറ്റ് സ്വന്തമാക്കിയിരിക്കും. പക്ഷെ എനിക്കതിനായിട്ട് ഒരു ഔട്ട്ഫിറ്റ് വേണം, അത് നീ തന്നെ റെഡിയാക്കി തരണം എന്ന് ഇവനോട് പറയുമ്പോൾ ഇവനാണെങ്കിൽ അത്തരത്തിലുള്ള ഡ്രസ്സ് ഒന്നും ഞാൻ എടുക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവളെ നിർബന്ധിച്ച് ഇവനെ കൊണ്ട് അത് സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇവന് വേണ്ട ഉണക്കമീനും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇവൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് ജിയുടെ റൂമിലേക്ക് വന്ന് അവന്റെ ബെഡിലും കിടത്തിയായി ആ ഒരു ബുക്ക് വായിച്ച് അവനെ കാത്തിരിക്കുകയാണ്. അവൻ വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. സോ അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇവൾ അവിടെ വ്യത്യാസമായിട്ട് എന്തോന്ന് കാണുന്നത്. ഇവളും അത് എന്താണ് എന്ന് നോക്കാനായിട്ട് അടുത്ത് ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് അത് ഇവളുടെ എംബേഴ്സ് ആണ്. അതായത് ഇവൾ ആ ഒരു യുദ്ധത്തില് ജിയോട് പൊരുതാനായിട്ട് യൂസ് ചെയ്ത ഒരു ആയുധമാണ്. അത് ഇവളുടെ സ്വന്തമാണ്. ആ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ജി ആണെങ്കിൽ വലിയ രീതിയിലാണല്ലോ ഇവൾക്കെതിരെ ശക്തിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത്. സോ ഈ ഒരൊറ്റ ആയുധമാണ് ഇവളെ അതിൽ നിന്ന് മരിക്കാതെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇതിനോട് വലിയൊരു കടപ്പാട് തന്നെയുണ്ട്. പക്ഷെ ആ ഒരു പവർ മൊത്തം ഈ ആയുധം സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഇതിപ്പോ നശിച്ചിരിക്കുകയാണ്. എന്നാലിപ്പോ ഇത് ജി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മിങ്ഷിയാനെ കീഴടക്കിയതിന്റെ ട്രോഫി ആയിട്ട് എന്നും കാണാൻ വേണ്ടിയിട്ടായിരിക്കും, അവന്റെ പരാജയം ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. ഇവൾക്കത് നല്ല ഫീൽ ആവുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെയാണ് ജിയുടെ കൊട്ടാരത്തിലേക്ക് ഈ ബായി എത്തുന്നത്. അത് ഇവളും കാണുകയാണ്. ഇവൾ അവരുടെ സംസാരമൊക്കെ മുകളിൽ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നു. സോ ഇയാളും ഇങ്ങോട്ടേക്ക് വന്ന് ഇവനോട് ഈ കൊട്ടാരമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇവിടെ സെർവൻസിന്റെ കുറവ് നന്നായിട്ട് കാണാനുണ്ട്, ഒരുപാട് സെർവൻസ് ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജി ആണെങ്കിൽ ബായി അത് മാത്രം നിങ്ങൾ പറയരുത്, എന്റെ ഇവിടെയുള്ള ഫെയറി അങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഇയാള് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നീ എന്തിനാ കൂടെ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കാണ്. ഇവളും അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. സോ അവരങ്ങനെ വായനയൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഇയാളാണെങ്കിൽ എന്തോ ഒരു മിന്നാമിനുങ്ങ് പോലത്തെ സംഭവത്തെ അവിടെ വീണ്ടും സ്പൈ ആയിട്ട് നിർത്തുകയാണ്. അത് ജി കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇയാളാണെങ്കിൽ ഇവനോട് സംസാരിച്ച് ഇരുന്നിട്ട് നമ്മള് നല്ല സുഹൃത്തുക്കളായ സ്ഥിതിക്ക് ഞാൻ ഇക്കാര്യം ചോദിക്കാം, കൊട്ടാരത്തിലൊക്കെ ചില സംസാരങ്ങളുണ്ട്, പണ്ട് നിനക്ക് ഹെവൻലി ഗ്രീഫ് എന്ന വിഷയായിട്ടുണ്ടെന്ന്, പക്ഷെ നീ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന്.
ഉണ്ടെന്ന്. അതിനർത്ഥം നിങ്ങൾ ആ വിഷത്തിന് മറുമരുന്നായിട്ടുള്ള ഗോൾഡൻ മില്ലറ്റ് കൈവശം വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. ആ ഒരു മരുന്ന് വളരെ പവർഫുൾ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ പലർക്കും നോട്ടമുണ്ട്. പക്ഷെ അത് റെയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. എന്നാൽ ഇവന്റെ കയ്യിൽ മാത്രമാണ് അതുള്ളത് എന്ന കാര്യം മിക്കുള്ളവർക്കും അറിയാം. സോ ആ ഒരു രീതി വെച്ചിട്ടാണ് ഇയാൾ ഇവനോട് ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു ചോദ്യം ഇവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സോ ഇയാളുടെ ആ ഒരു ചോദ്യം, ആ ഒരു ഗോൾഡൻ മില്ലറ്റ് എന്ന മരുന്ന് ഇവൻ കൈവശം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജി ആണെങ്കിൽ അതിനുള്ള മറുപടി പറയുന്നത് കേൾക്കാനാണ് ഇവളും ഇവിടെ കാതോർത്തിരിക്കുന്നത്. ഇവൾക്കും അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണല്ലോ. സോ ഇവനും കുറച്ച് സമയം ഒന്നും മിണ്ടാതെ ഒന്ന് ആലോചിച്ചിട്ട് ഇയാളോട്, സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു സ്പിരിച്വൽ വെയിനായിട്ട് ജനിച്ച വ്യക്തിയല്ല എന്ന് പറയുമ്പോൾ ഇയാളും ആ ഒരു കാര്യം കേൾക്കാനായിട്ട് ഭയങ്കര ആകാംക്ഷയിൽ വന്നിരിക്കുകയാണ്. കാരണം ആ ഒരു സ്പിരിച്വൽ വെയിൻ ഇല്ലാതെ ജനിച്ച വ്യക്തിയാണെങ്കിൽ അതുണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഒരു മരുന്ന് യൂസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ആളുകൾ പവർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇയാളും അത് ഇവന്റെ അടുത്ത് അത് ഉണ്ടാകും, അത് കുടിച്ചിട്ടായിരിക്കും ഇവന് പിന്നീട് പവർ വന്നത് എന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവൻ പറയുന്നത് ഞാൻ ജനിച്ച് കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് എനിക്കത് കിട്ടിയത് എന്നാണ്. ഇയാൾക്കും അതുപോലെ തന്നെ ഇവൾക്കും ആ ഒരു ആൻസർ കേട്ട് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ഇവൻ വീണ്ടും വളരെ സാഡ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവന്റെ സ്റ്റോറി പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ജിങ്സിംഗിലെ കുറ്റം ചെയ്തവരെ അടിമകളാക്കി താഴ്വരയിലെ ലോക്ക് ചെയ്യുന്ന കാര്യം എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു അടിമ തന്നെയായിരുന്നു. വിശപ്പും തണുപ്പും ദിവസം മുഴുവനുള്ള ജോലിയും അതെല്ലാം വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവസാനം എനിക്ക് അങ്ങനെ ഒരു ലൈഫ് വേണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫ് പണയം വെച്ച് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെടുന്ന വഴിക്ക് പല അപകടങ്ങൾ എനിക്ക് പറ്റി. പക്ഷെ എനിക്ക് ബോധം വരുമ്പോ എന്റെ കയ്യിൽ സ്പിരിച്വൽ വെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടിയത് എന്ന് പറയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ ഇതൊന്നും കേൾക്കാനല്ലോ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഇവന്റെ കഥ കേട്ട് നല്ലോണം ബോറടിക്കുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ആ ഒരു സ്റ്റോറി നിർത്തുന്നില്ല. ഭയങ്കരമായിട്ട് ഇവന്റെ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് വളരെ സാഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ കഥയൊന്നും യാഥാർത്ഥ്യമല്ല എന്ന കാര്യം. ഇവന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും ഇയാൾക്ക് അടിച്ചു മാറ്റണം. അതാണ് ഇയാളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും പല രീതിയിലായിട്ട് ശ്രമിക്കുന്നത്. ഇവൻ ആ ഒരു സാഡ് സ്റ്റോറി എന്ന രീതിയിൽ ഇയാളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു എങ്കിൽ പോലും അതവന്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവൻ ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മിങ്ങിക്ക് ഏറ്റിരിക്കുന്ന ആ ഒരു ഹെവൻലി ഗ്രീഫ് എന്നൊരു വിഷം ഇവന് മുന്നേ തന്നെ ഏറ്റിട്ടുണ്ട്. ഇപ്പോ ഈ ബായിയും കൂടി ആ ഒരു ഗോൾഡൻ മില്ലറ്റിന് വേണ്ടി ശ്രമിക്കുകയാണല്ലോ, അത് ഇവൾക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടി എന്തിനാ ഈ ഗോൾഡ് മരുന്ന് എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. സോ അതിൽ ഇപ്പൊ ഇവൾക്ക് മാത്രമല്ല കണ്ണ്, ആ ഒരു ഭായും എന്തായാലും ഇതിന്ന് പിന്മാറാനായിട്ട് പോകുന്നില്ല എന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം വന്ന് ഇവൾ ആ ഒരു തറയിൽ അടിക്കുന്നതാണ്. പക്ഷെ ഇവർക്ക് മുകളിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു ശബ്ദം താഴെ കേൾക്കുന്നു. ഇവർ സംസാരിക്കുന്നത് ആ ഒരു ഒളിഞ്ഞ കേൾക്കാണ് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഇവർ മുകളിലേക്ക് വരാനായിട്ട് തുടങ്ങാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കാണ്, ഒന്നും അറിയാത്ത പോലെ. ജീക്കാണെങ്കിൽ ഇവൾ എന്താ ഇവിടെ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇയാളുടെ മുന്നിൽ കുറച്ചും കൂടി ഇവരുടെ ബന്ധം സ്ട്രോങ് ആക്കാൻ കിട്ടിയ അവസരമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇയാളും ഇവളുടെ കിടത്ത കണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് തിരിയാണ്. എന്നിട്ട് ഇവനോട് ഇത് മൂൺലൈറ്റിലെ ആ ഫെയറി അല്ലേ എന്ന് ചോദിക്കുന്നു. ഇവന് നേരെ വന്ന് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ഇവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അതെ എന്ന് പറയുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവളോട്, ഞാൻ നിന്നെ മൂൺലൈറ്റില് ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല, നീ ഒരു സാധാരണ ഫെയറി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ സ്പിരിച്വൽ വെയിനുള്ള ഫെയറി തന്നെ നോക്കി കൂടെ കൂട്ടിയതാണോ എന്ന് ചോദിക്കാണ്. പക്ഷെ ഇവൻ അറിയില്ലല്ലോ ഇവൾക്ക് ആ ഒരു ആത്മീയ പവർ ഉണ്ട് എന്ന കാര്യങ്ങളൊന്നും. ഇയാൾക്കും അറിയില്ല, ഇയാൾ വെറുതെ ചൂണ്ടിട്ട് നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇയാളോട് ഇവൻ, അല്ല വഴി നിങ്ങൾക്ക് എന്താ ശരിക്കും പറ്റിയത്? നിങ്ങൾ എന്റെ സ്പിരിച്വൽ പവറിനെ കുറിച്ച് അന്വേഷിക്കുന്നു, എന്റെ ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, എന്താ നിങ്ങൾക്ക് ശരിക്കും അറിയേണ്ടത് എന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള ആ ഒരു ബുക്ക് എടുത്തിട്ട് ഇയാളെ കാണിക്കുകയാണ്. അതായത് ഇവര് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ് ഇയാൾ ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഇവളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇയാളൊന്നും പറയുന്നില്ല. ഇയാൾ ഇവരുടെ ഇടയിൽ കട്ടറുമായിട്ട് വന്നത് കൊണ്ട് തന്നെ ക്ഷമ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ജിയും അവന്റെ ഗസ്റ്റ് ആണല്ലോ അയാൾ, അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ടുവിടാനായിട്ട് താഴേക്ക് പോകുന്നു. സോ ഇവളാണെങ്കിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. പക്ഷെ ഇയാളാണെങ്കിൽ അവിടെ നിന്ന് നല്ല ദേഷ്യത്തിലാണ് പോകുന്നത്. ഇയാൾ ആ ഒരു മരുന്നിനെ കുറിച്ച് അറിയാനാണ് എത്തിയത്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ലല്ലോ. അതുകൊണ്ട് അതിനുശേഷം ജി ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് ഒരു പവർ യൂസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവൻ ആ ഒരു പവർ യൂസ് ചെയ്തതിന്റെ ഉദ്ദേശം, മുന്നേ ബായി അവിടെ ഒരു പ്രാണിയെ വിട്ടിട്ട് പോയിരുന്നല്ലോ, അത് കറക്റ്റ് ആയിട്ട് ഇവൻ പിടികൂടി. അത് കറക്റ്റ് ആയിട്ട് ഇവന്റെ ആ ഒരു ശക്തിയുടെ അടുത്തേക്ക് വരികയാണ്. അത് മുന്നേ തന്നെ ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിങ്ങിയാണെങ്കിൽ ആ ഒരു പ്രാണിയെ കണ്ട് പേടിച്ച് ഇവന്റെ ആ ഒരു ഇടുപ്പിലേക്ക് കയറുകയാണ്. ഇവനും ഇവളോട്, ഭൂഗീല ലേഡിക്ക് ഇത്രയും ചെറിയ പ്രാണി വരെ പേടിയാണോ എന്ന് ചോദിച്ചിട്ട് അതിനെ ഭസ്മാക്കി കളയാണ്. ആ ബായിയുടെ സ്പൈ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവൻ അത് ചെയ്യുന്നത്. അപ്പൊ ഇവളാണെങ്കിൽ ഒന്നും ഇടാതെ താങ്ക്സ് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ വിടുന്നില്ല. ഇത്രയും നേരം വൈകിയ സമയത്ത് നീ എന്റെ മുറിയിൽ ഒളിച്ചിരുന്ന എന്തിനാ എന്ന് ചോദിക്കുമ്പോ ഇവള്, അത് പിന്നെ ഞാൻ ഭൂഗിലെ ലേഡിയല്ലേ, എനിക്കെന്താ നിങ്ങളുടെ മുറിയിൽ വരാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നേരെ ഇവളെയും കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവളുടെ ആ ഒരു ദേഹം പരിശോധിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവളുടെ ഓരോ പ്രവൃത്തികളും ഇവനിപ്പോ ഡൗട്ട് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ആരാണ് എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ബോഡി തപ്പുന്നത്. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിലും നിർത്തുന്നില്ല. സോ അങ്ങനെ ഇവൻ ഒരുപാട് സമയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇനി ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഇവൾ പെട്ടെന്ന് തന്നെ ഇവനെയും കൊണ്ട് കട്ടിലേക്ക് വീഴാണ്. എന്നിട്ട് ഇവനോട്, പ്രഫോ നിങ്ങൾ പേടിക്കണ്ട, ഇപ്പൊ എനിക്ക് എല്ലാ റൂൾസും അറിയാം എന്ന് പറഞ്ഞിട്ട് ഇവള് റൊമാൻറ്റിക് ആവുക
ആകുന്ന പോലെ കാണിച്ച് ഇവന്റെ ദേഹം പരിശോധന സ്റ്റാർട്ട് ചെയ്യാണ്. ഇവളെ ഫസ്റ്റ് തന്നെ തപ്പുന്നത് അവന്റെ ആ ഒരു ഹേർട്ടിന്റെ പൊസിഷൻ തന്നെയാണ്. പക്ഷെ ഇവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇവളെ കൊണ്ട് തിരിച്ചു മാറിയാണ് ഇവളിങ്ങനെ കാണിക്കുന്നത് കൊണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ആവേശത്തിൽ ഇവൻ ചെയ്തു പോയതാണ് എന്ന് മനസ്സിലാക്കി എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവളെ വിടുന്നില്ല. ഓരോന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ചു നിർത്തുന്നു. പക്ഷെ മറു സൈഡിലൂടെ ഇവന്റെ ബോഡി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളാണെങ്കിൽ ഇവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഴിക്കാനായിട്ട് പോവാണ് എന്ന് വിചാരിച്ച് ഇവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് നിന്റെ ഡ്രസ് ഒട്ടും ഇഷ്ടമായില്ല എന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ബൂഷെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവൾക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ഇവളുടെ നാടി ചെക്ക് ചെയ്തതാണ് എന്ന്. ഈ ഫെയറീസ് ഒക്കെ സ്പിരിച്വൽ വെയിൻ കൊണ്ടാണ് ജനിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹൈഡാക്കി വെച്ചിരിക്കും. അങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഘടകം ഇവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും. അത് ഇവളുടെ ബോഡിയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവളെ ചെക്ക് ചെയ്തത് എന്ന കാര്യം മനസ്സിലാവുകയാണ്. അപ്പൊ ബൂഷെ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ മുന്നേ തന്നെ കണ്ടിരുന്നല്ല ഒരു ഫെയറി ആയിട്ടുള്ള റുവോ ആ ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ചെടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവർക്ക് അവളുടെ ഫാദർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവരുടെ ശത്രുവാണെന്ന് നമ്മൾ മുന്നേ മനസ്സിലാക്കിയതാണ്. അയാളുടെ പേര് ഷാവോ എന്നാണ്. ഇനി അയാളെ കാണാൻ പോകണം എന്നാണ് ഇവര് തീരുമാനിക്കുന്നത്. അയാളെ ആണെങ്കിൽ ഇപ്പോ ഇവര് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഇയാളാണെങ്കിൽ ഈ ഒരു നാടിന്റെ ചീഫാണ്. സോ ഇവര് നേരെ ഇയാളുടെ അടുത്തേക്ക് വരുന്നു. ഇവനെ കാണുമ്പോൾ തന്നെ ഇയാള് നീ ആണല്ലേ എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യും. രാജ്യത്തിന്റെ ചീഫ് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞാല് എന്തായാലും മുകളിൽ നിന്ന് അന്വേഷണം ഉണ്ടാവും. നീ ഉടനെ തന്നെ പിടിക്കപ്പെടും എന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തുമ്പോ ജി ആണെങ്കിൽ ഓ നിങ്ങൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചിട്ട് ഇവന്റെ കയ്യിലുള്ള ആ ഒരു ചെടി എടുത്ത് കാണിക്കാണ്. അത് കണ്ട് ഇയാൾ ഭയങ്കരമായിട്ട് ഷോക്കായി. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്, എങ്ങനെയാ കിട്ടിയത് എന്ന് ചോദിക്കാണ്. അതായത് ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടില്ല ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ചെടിയാണ്. സോ അത് ഇവൻ ഇയാളെ കാണിച്ചിട്ട് ഇതുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ മകള് റുവോടെ മറുമരുന്നില്ലാത്ത രോഗം മാറുന്നത്, നിങ്ങൾ ഇതല്ല ഇത്രയും നാളും തിരഞ്ഞു നടന്നത് എന്ന് ചോദിച്ചിട്ട് അത് കത്തിക്കുന്ന പോലെ ഇവൻ ചെയ്യാണ്. അത് കണ്ട് ഇയാളെ ഇവന്റെ കാല് പിടിച്ച് അത് നശിപ്പിക്കരുത്, നീ എന്റെ മകൾക്ക് വേണ്ടി ഇത് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവൻ എന്തിനാണ് ഇയാളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് എന്റെ ഓർമ്മ തരാൻ തയ്യാറാണ് എന്ന് പറയാണ്. അതായത് ഇയാളെ സമ്മതിച്ചാലും മാത്രമേ ഇവനായിട്ട് ഇയാളുടെ ഓർമ്മകളെ എടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇയാളെ സമ്മതിക്കുന്നത് കൊണ്ട് വേറൊന്നും നോക്കുന്നില്ല. ഇവനും ഉടനെ തന്നെ ഇയാളുടെ ഓർമ്മകളെ പകർത്തിയെടുക്കാണ്. അങ്ങനെ ഇയാളുടെ ഫുൾ ഓർമ്മകൾ ഈ ഒരു ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ആ ഒരു മെമ്മറി ഇവന്റെ കയ്യിൽ ആയിരിക്കാണ്. അതെന്തിനെടുക്കുന്നുവെന്ന് നമുക്ക് വഴിയെ നോക്കാം. സോ ഇയാളോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു മറുമരുന്ന് എത്രയും പെട്ടെന്ന് റിവോർഡ് എടുത്ത് എത്തിക്കാനായിട്ട് ബൂഷെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ അല്ല മാസ്റ്റർ അത് ഇയാൾ തന്നെയാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇയാളാണെങ്കിൽ മുന്നേ തന്നെ ഇവനോട് ആ ഒരു മൂൺലൈറ്റിൽ വെച്ചിട്ട് ഇവര് ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുന്ന സമയത്ത് ഇവനോട് ആ ഒരു ഗോൾഡൻ മില്ലറ്റ് എന്ന മരുന്ന് നീ കൃഷി ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം ചോദിച്ചിരുന്നു. ഈ ലോകത്ത് എല്ലാവരും അതൊരു മരുന്നാണ് അല്ലെങ്കിൽ ഒരു ഗുളികയാണ് എന്ന് മാത്രമാണ് കരുതിയിരിക്കുന്നത്. സോ ആ ഒരു തരത്തിൽ അത് നിന്റെ കയ്യിലുണ്ടോ എന്ന ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇയാൾ മാത്രമാണ് ഇവനോട് അത് നീ കൃഷി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നുണ്ടോ എന്ന കാര്യം ചോദിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇയാളെ ഇവൻ തൂക്കിയത്. ഇതിനാണെന്ന് നമുക്ക് നോക്കാം. സോ അത് പറഞ്ഞിട്ട് ഇവൻ ബൂഷയോട് ഞാൻ മിങ്ങിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്തായി, അവളുടെ കാര്യങ്ങൾ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും മിങ്ങി അവളുടെ പാരന്റ്സിന്റെ മൂത്ത മകളാണ്. അവള് ഫ്രീസിംഗില് ഔഷധങ്ങൾ കളക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അവളുടെ പാരന്റ്സ് മരിച്ചതിന് ശേഷമാണ് മൂൺലൈറ്റിലെ ജോലിക്കായിട്ട് എത്തിയത്. അത് മാത്രമല്ല മിങ്ങിയുടെ പാരന്റ്സ് സംഗൻ എന്ന സ്ഥലത്തിന് സമീപത്തു നിന്നാണ് മരുന്നുകളെ ശേഖരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ സംഗൻ എന്ന് പറയുന്ന സ്ഥലം മുന്നേ തന്നെ ജീബോസായി ഒരു ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സ്ഥലത്താണ് ഇവൻ കിടന്നിട്ടുള്ളത്. അത് ഈ കുറ്റവാളികളെയൊക്കെ തടവിൽ കൊണ്ടുവന്ന് വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത് പറഞ്ഞിട്ട് അവളുടെ പാരന്റ്സ് ബ്ലഡ് ബ്ലൂം എന്നൊരു വിഷം ബാധിച്ചാണ് മരണപ്പെട്ടത് എന്ന കാര്യം കൂടി ഇവനെ അറിയിക്കുകയാണ്. സോ അതെല്ലാം തന്നെ ഇവനെ മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ മിങ്ങിയുടെ ബാക്ക്ഗ്രൗണ്ട് അതൊന്നും അല്ല എന്ന് നമുക്ക് അറിയാലോ. പക്ഷെ ഇവരെ റൂട്ട് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടായിരിക്കണം അവളെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവരാണെങ്കിൽ ജി ആണെങ്കിൽ ആ ഒരു പ്രാണിയെ നശിപ്പിച്ച് കളഞ്ഞല്ലോ. അതുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഗോൾഡൻ മില്ലറ്റ് കണ്ടെത്താനായിട്ട് അതിന്റെ യജമാനനെ അത് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബായി അവിടെ ആ ഒരു പ്രാണിയെ ഉപേക്ഷിച്ച് പോയത്. സോ ഇപ്പൊ അതിനെ ഭസ്മാക്കിയത് കൊണ്ട് തന്നെ 27 കഷ്ടമായി പോയല്ലോ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നേരത്തെ നശിപ്പിച്ച് കളഞ്ഞതുപോലെ ഒരെണ്ണത്തിനെ ഇപ്പൊ വീണ്ടും പുറത്തെടുക്കുകയാണ്. അതായത് ആ ഒരു സമയത്ത് രണ്ടെണ്ണമാണ് ഇവന്റെ അടുത്തേക്ക് എത്തിയിരുന്നത്. പക്ഷെ അതിലൊരെണ്ണത്തിന് ഇവളാണെങ്കിൽ മുന്നേ തന്നെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണത്തിനെയാണ് ആ ഒരു ബായി അവിടെ ഉപേക്ഷിച്ച് പോയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഇതിന്റെ യജമാനന്റെ യഥാർത്ഥ രൂപവും കാര്യങ്ങളൊക്കെ മാറ്റി അതിനെ ഇവരുടെ അടിമയാക്കാണ്. ഇവർ പറയുന്നതായിരിക്കും ഇനി അത് അനുസരിക്കാനായിട്ട് പോകുന്നത്. ഇയാളാണെങ്കിൽ ഇവിടെ ആ ഒരു രണ്ട് പ്രാണിയുടെയും നീക്കങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജി ആണെങ്കിൽ അത് രണ്ടെണ്ണത്തിനെയും കണ്ടെത്തി നശിപ്പിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇയാളുടെ മുന്നിലുള്ള രണ്ടെണ്ണവും നശിച്ചു. പക്ഷെ ഇനി മുതൽ അത് ഇവളെയാണ് അനുസരിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ഗോൾഡൻ മില്ലറ്റ് എവിടെയുണ്ട് എന്ന് കണ്ടെത്തി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവൾ അതിനെ പറത്തിവിടാണ്. അവിടുത്തെ ആ ഒരു അക്കാഡമിയിലെ ടൂർണമെന്റിന് വേണ്ടിയിട്ട് പുതിയ യോദ്ധാക്കളെ സെലക്ട് ചെയ്യാനുള്ള സമയം വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി നീയും ജിയോടൊപ്പം പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അതിനുവേണ്ടി ട്രെയിനിങ് എടുത്തിരിക്കണം എന്ന് പറഞ്ഞ് ഇവൾക്കൊരു പണി എടുത്തിട്ട് പോവുകയാണ്. അപ്പൊ 27 അവർ പോയതിനു ശേഷം ഇത് ശരിക്കും അവർ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, നീ പിടിക്കപ്പെടരുത് എന്ന് പറയുമ്പോൾ ഇവള് നമ്മൾ ആ ഒരു പ്രാണിയെ മരുന്ന് കണ്ടെത്താൻ വേണ്ടി വിട്ടയച്ചേക്കല്ലേ,
അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ റെസ്റ്റ് എടുക്കാം. എന്തായാലും 5 ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് കണ്ടെത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. അതുവരെ ഇവിടെ നിന്നാ മതിയല്ലോ എന്ന് പറയാണ്. സോ ഇവളും ആ ഒരു ട്രെയിനിങ്ങിനായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് ആ ഒരു ടൂർണമെന്റിനെ പറ്റി അറിയോ എന്നാണ്. വർഷങ്ങളായിട്ട് അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചവളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഇവർ അറിയുന്നില്ല. സോ ഇവൾ നോർമലായിട്ട് ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ഇവിടെ ഇവരാണെങ്കിൽ ആ ഒരു മെമ്മറി ആയിട്ട് തിരിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പൊ ബോഷി ആണെങ്കിൽ ജിയോട് നമുക്ക് എന്തായാലും അയാളുടെ മെമ്മറി യൂസ് ചെയ്ത് ബോയുലാനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് അറിയാൻ സാധിക്കും എന്ന് പറയാണ്. ആ ഒരു വ്യക്തി ആരാണെന്ന് അറിയില്ല, പക്ഷെ അതും ഒരു ഫെയറിയാണ്. ആ ഒരു വ്യക്തിയുടെ കൊലപാതകയെ തേടിയുള്ള അന്വേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവനും അത് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു മെമ്മറി തുറക്കാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷെ പുറത്തു നിന്ന് അപ്പോഴേക്കും മിങ്ങിയും ഗ്രാനിയായിട്ട് ബഹളം വെക്കുന്നത് കേട്ട് ഇവന്റെ ശ്രദ്ധ തെറ്റാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്നു. ഇവനും അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രഭു എന്നെ രക്ഷിക്ക്, ഈ ഗ്രാനി എന്നെ കൊല്ലാൻ നോക്കുക എന്ന് പറയുമ്പോൾ ഇവനും ഇവരോട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഗ്രാനി ആണെങ്കിൽ ഞാൻ നമ്മുടെ ടൂർണമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവളോട് ചോദിക്കായിരുന്നു. അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു സാധാരണ ഫെയറിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവളുടെ ഐഡന്റിറ്റിയിൽ എനിക്ക് സംശയമുണ്ട്. പ്രഭു എന്തായാലും അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കണം എന്ന് പറയാണ്. അത് കേട്ട് ഇവള് നല്ലോണം പേടാണ്. പക്ഷെ ഇവളെ പെട്ടെന്ന് ഇവനോട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ, എനിക്കും അതേ സംശയമുണ്ട്. ടൂർണമെന്റിനെ പറ്റി അറിയാവുന്നത് ലക്ഷത്തിലോ 1-2 ഫെയറീസിന് മാത്രമായിരിക്കും. നീ ഫ്രീസിംഗിൽ താമസിച്ചിരുന്ന വ്യക്തിയായ സ്ഥിതിക്ക് അവിടെ മരിച്ചു പണിയെടുക്കുമ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ഇവനും ഇവളെ വിശ്വാസമില്ലാതെ സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കര സങ്കടത്തില് മാറിപ്പോയിന്ന് കരയാണ് എന്ന് തോന്നിപ്പിക്കുന്നു. അടുത്ത നുണകൾ കണ്ടെത്തണമല്ലോ. സോ അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോറി മെനഞ്ഞെടുക്കാണ്. എന്നിട്ട് ഒരു വർഷത്തില് 365 ദിവസമുണ്ട്. എന്റെ അച്ഛൻ അതില് 360 ദിവസവും ജോലിക്ക് പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന്റെ കൈകൾക്ക് മരുന്ന് ശേഖരിച്ച് പിങ്ക് നിറമാണ്. എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. പക്ഷെ അവർക്ക് വേണ്ടി ഒന്നും തന്നെ തിരിച്ചു ചെയ്തു കൊടുക്കാൻ എനിക്കായിട്ടില്ല. ഇപ്പോ എന്റെ ലൈഫിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് എനിക്കും പ്രിയപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇവന് വേറെ സംശയങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരി, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവള് മനഃപൂർവ്വം തന്നെയാണ് അവനോട് പറഞ്ഞത്. ആ ഒരു ടൂർണമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് മനഃപൂർവ്വം ഇട്ടുകൊടുത്തതാണ്. ജിക്ക് ഇവളോടുള്ള ആ ഒരു സംശയവും കാര്യങ്ങളൊക്കെ മാറി ഇവളോട് വിശ്വാസം തോന്നാനും അതുപോലെ തന്നെ അവന്റെ ഒരു സഹതാപം നേടിയെടുക്കാനൊക്കെ ആയിട്ടാണ്. അഥവാ ഇനി ആ ഒരു പ്രാണി മരുന്ന് കണ്ടെത്തിക്കൊണ്ട് വന്നില്ലെങ്കിലും ഇവന്റെ ആ ഒരു വിശ്വാസത്തിലും അതുപോലെ തന്നെ എന്തെങ്കിലും സഹതാപമൊക്കെ തോന്നിയിട്ട് ഇവൾക്ക് ആ ഒരു മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ വീണ്ടും ഇവൻ അകത്തേക്ക് വന്നിട്ട് ആ ഒരു മെമ്മറി തുറക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവിടെ വീണ്ടും പുറത്ത് ആ ഒരു മിങ്ങി അത് കൊളാക്കാണ്. ഇവനും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരാണെങ്കിൽ ഇവളോട് എന്തോ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ ഇവളാണെങ്കിൽ അത് ഫുള്ള് ഇവരെ കൊല്ലാൻ നോക്കുന്ന രീതിയിൽ കൊളാക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനെ കണ്ട് പ്രഫു ഓരോ ഫെയറിമാരും എന്ത് ഫംഗ്ഷൻ വന്നാലും അവരുടെ കുടുംബത്തില് ബ്ലെസ്സിംഗ് കേക്ക് ഉണ്ടാക്കാറുണ്ട്. അതുപോലും ഈ പെൺകുട്ടിക്ക് ചെയ്യാൻ അറിയില്ല. എനിക്ക് വീണ്ടും ഇവളുടെ കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വരുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ അടുത്തോട്ട് വരാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവന് വിശ്വാസമില്ല എന്ന് മനസ്സിലാക്കി ഇവളെ തിരിച്ചു വന്ന് ആ ഒരു കേക്കിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ലിസ്റ്റ് സഹിതം ഇവർക്ക് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അത് കേട്ട് ഇവളോട് വന്ന് നിനക്കിതെല്ലാം അറിയെങ്കിൽ നീ എന്തിനാ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൊട്ടുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വ്യക്തിയല്ല ഞാനെന്ന് എനിക്ക് തെളിയിക്കണം, അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവനും അത് വിശ്വസിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഗ്രാനിക്കാണെങ്കിൽ ഇവളുടെ കാര്യത്തിൽ നല്ല ഡൗട്ട് ആവുകയാണ്. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ സോപ്പിടാനായിട്ട് ആ ഒരു കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരുടെ അടുത്തേക്ക് വരുന്നു. ഇവരത് കഴിക്കാനായിട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇവരത് കഴിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ ഇവർക്കാണെങ്കിൽ അതിന്റെ സ്മെൽ അടിച്ചിട്ട് കഴിക്കാതിരിക്കാനും ആവുന്നില്ല. വായിൽ വെള്ളം ഊറാണ്. അത് മനസ്സിലാക്കി ഇവളാണെങ്കിൽ അവരുടെ വായിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നു. അത് കഴിച്ചു നോക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയാണ്. സോ ഇവളും അവർക്ക് നിർബന്ധിച്ച് അത് കൊടുത്തിട്ട് ഇവരോട് ഗ്രാനി, എനിക്കറിയാം നിങ്ങൾ എന്നെ നല്ലോണം സംശയിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ അങ്ങനത്തെ വ്യക്തിയല്ല. നിങ്ങളെപ്പോലെ തന്നെ പ്രഭുവിനെ നല്ലോണം നോക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ചതിക്കാനോ ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം പുറത്തുള്ള എല്ലാവരും അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവര് പുറത്തുള്ളവർ എന്താണ് പറയുന്നതെന്ന് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് അദ്ദേഹത്തിനോട് വലിയ കടപ്പാടാണ് ഉള്ളത്. കാരണം ഞാനും എന്റെ മുൻ ഭർത്താവും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. അയാൾ എന്നെ വളരെ മോശമായിട്ടാണ് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് അയാളെ കൊന്ന് ഞാനും സ്വയം സൂയിസൈഡ് ചെയ്താലോ എന്ന് വിചാരിച്ച അത്രയും മോശം അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് എനിക്കൊരു പുതിയ പാത കാണിച്ചു തന്നതും ഇന്ന് കാണുന്ന സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫ് തന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് എന്നും കടപ്പാടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇവരോട് നിങ്ങൾ എന്തായാലും ഒരു നല്ല വ്യക്തിയാണ്, നിങ്ങളെ പോലെ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരുന്നു. അതിനുശേഷം ഇവരാണെങ്കിൽ വീണ്ടും ആ ഒരു മെമ്മറി ഓപ്പൺ ചെയ്യുന്നു. അപ്പോ അതിലാണെങ്കിൽ ആ ഒരു ഷാവോ ഈ ബായിയെ കാണാനായിട്ടാണ് എത്തുന്നത്. എന്നിട്ട് ബായി ബോയിലാൻ എത്ര ശ്രമിച്ചിട്ടും അവർ നമ്മുടെ വഴിക്ക് വരുന്നേയില്ല എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ ഞാനാണ് നിനക്ക് ചീഫിന്റെ സ്ഥാനം നൽകിയത്, അതുകൊണ്ട്
കർത്തവ്യ ലംഘനത്തിന് നിനക്ക് എന്ത് ശിക്ഷയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ പെട്ടെന്ന് ഈ ഭായിയുടെ കാലിലോട്ട് വീഴാണ്. ഈ ഭായിയും നേരെ ഷാവോയുടെ അടുത്തേക്ക് വന്ന് അയാളുടെ കൈ ചവിട്ടി അരച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് ചോദിക്കാണ്. അതിനുശേഷം ആ ഒരു ബോയുലാൻ എന്ന വ്യക്തിയെ ഇവര് തടവിൽ വെച്ചിരിക്കുകയാണ്. ഈ ബോയുലാൻ മറ്റാരുമല്ല, നമ്മുടെ ജിയുടെ മാസ്റ്റർ ആണ്. ഇവർക്കാണ് ശരിക്കും ആ ഒരു ഗോൾഡൻ മില്ലറ്റ് എന്ന മരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാവുന്നതും അത് ഉണ്ടാക്കുന്നതും അതിന്റെ ഫോർമുല അറിയാവുന്നതും ഒക്കെ. അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭായിയും ടീമും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഈ ഒരു സ്ത്രീ പറയാൻ തയ്യാറല്ല. കാരണം ഇവരുടെ കയ്യിൽ അതിന്റെ ആ ഒരു ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ വളരെ മോശം രീതിയിലായിരിക്കും ഇവരത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരത് പറയുന്നില്ല. ഈ ഷാവോ മാത്രമല്ല ഇപ്പൊ ഇവിടെ ഉള്ളത്, മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അത് ആരാണെന്ന് അറിയില്ല. സോ ഇവർ വളരെ ക്രൂരമായിട്ട് ആ ഒരു സ്ത്രീയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ആ ഒരു രഹസ്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ വഴിയില്ലാതെ സോൾ സൈസിംഗ് ടെക്നിക് എന്നൊരു സംഭവം യൂസ് ചെയ്യാണ്. അതായത് അതുവഴി ഇവരുടെ യഥാർത്ഥ ബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഉള്ളിലെ രഹസ്യങ്ങൾ, അതായത് ഇവർക്ക് വേണ്ട രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു വഴിയാണ്. സോ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഇവരുടെ ഉള്ളിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാം എന്ന് വിചാരിച്ച് ഇവർക്ക് നേരെ ആ ഒരു കാര്യം പ്രയോഗിക്കുകയാണ്. എന്നാൽ ഇവരുടെ ബോഡിക്കാണെങ്കിൽ അത് താങ്ങാനേ ആവുന്നില്ല. അത്രയും വലിയ രീതിയിലുള്ള ടോർച്ചറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇവരുടെ അബോധാവസ്ഥയിൽ നിന്ന് പോലും ഇവർ ആ ഒരു കാര്യം പറയുന്നില്ല. പക്ഷെ ആ ഒരു പ്രയോഗം ഒരുപാട് സമയം താങ്ങാനാവാതെ അവരവിടെ മരിച്ചു വീഴാണ്. അങ്ങനെയാണ് അവർ മരണപ്പെടുന്നത്. അവരുടെ രണ്ടുപേരുടെയും മരണത്തിന് ഉത്തരവാദി ഈ ഷാവോയും അതുപോലെ തന്നെ ആ ഒരു മറ്റൊരു വ്യക്തിയും അതുപോലെ ബായിയും ഒക്കെ തന്നെയാണ്. ജിക്കാണെങ്കിൽ ആകെ ഉണ്ടായിരുന്നത് ആ ഒരു മാസ്റ്റർ ആണ്. സോ ആ ഒരു മാസ്റ്റർ തന്നെ അത്രയും ടോർച്ചർ അനുഭവിച്ചായിരുന്നു മരിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവൻ ഫുള്ള് തകർന്നു പോവാണ്. അവരെങ്ങനെയാണ് മരിച്ചത് എന്ന കാര്യമൊക്കെ ഇവൻ ഇപ്പോഴാണ് അറിയുന്നത്. സോ ആ ഒരു ഷാവോയുടെ നാക്ക് പിഴച്ചതാണല്ലോ ഇവൻ ആ ഒരു കാര്യങ്ങൾ കണ്ടെത്താനായത്. അതുകൊണ്ട് തന്നെ ഈ കൊലയാളികളെ കണ്ടെത്തിയ സ്ഥിതിക്ക് അതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന് ഇവന് പൂർണ്ണമായിട്ട് അറിയില്ല. എങ്കിൽ പോലും അവർ ആരൊക്കെയായാലും ഇവൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വരിൽ കാണാം.